എവരിവൺ. അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് മൂന്നാർ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ട്രാവൽ വ്ളോഗായിട്ട്. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് നമ്മൾ മൂന്നാർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് മൂന്നാർ തന്നെയുള്ള വട്ടവട എന്ന് പറയണത്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, വട്ടവട കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. അപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫസ്റ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വട്ടവടയിലേക്ക് പോകാൻ. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തന്നെ ഒരു 5 കിലോമീറ്റർ നമുക്ക് കാടാണ്. ആ ഒരു 5 കിലോമീറ്റർ നമ്മളിവിടെ നിർത്താനോ വണ്ടി നിർത്താനോ പിടിക്കാനോ ഒന്നിനും ഇറങ്ങി ഫോട്ടോ എടുക്കാനോ കാര്യത്തിനോ ഒന്നിനും നിൽക്കാൻ പറ്റത്തില്ല. കാരണം കാടാണ്, അവിടെ ഒരുപാട് ആനിമൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമ്മളെ വണ്ടി നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്തിട്ട് വേണം നമ്മൾ അവർ കടത്തി വിടുന്നത് കേട്ടോ. അപ്പം അവിടെ അവർ നമ്മളോട് പ്രത്യേകം പറയും 5 കിലോമീറ്റർ നമ്മൾ നിർത്താനോ പിടിക്കാനോ ഒന്നിനും പാടില്ല എന്ന് പറയും. അപ്പോൾ ഇടയിൽ കാട് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പിൽ 2 ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടാവും, അതായത് നമ്മൾ ഇറങ്ങണ്ടോ പിടിക്കണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് ഈ ഒരു കാട്ടുപോത്തിനെ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാട്ടുപോത്തിനെ നേരിട്ട് കാണുന്നത്. ഇതിന്റെ കാലൊക്കെ കണ്ടില്ലേ, വൈറ്റ് കളറിലാണ് കാല് വന്നിട്ട്. അതിന്റെ വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പോകുന്നു. അപ്പൊ നമ്മൾ ഇവിടുത്തെ കണ്ടോ കാട് കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല, കാടിന്റെ ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴി നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ കണ്ട് തന്നെ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ചെക്ക് പോസ്റ്റിന് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഈ വട്ടവടയിലേക്ക് പോകാനും തിരിച്ചിറങ്ങാനുള്ളതും ആ ഒരു ടൈമിനുള്ളിലായിരിക്കണം കേട്ടോ. മാക്സിമം പോകുന്ന വഴിയെല്ലാം നമ്മൾ വീഡിയോ പിടിച്ചിട്ടുണ്ട്. കാരണം ഒരു പോകുന്ന വഴികളുടെ ആ ഒരു എന്താ പറയുക രീതിയും അതുപോലെ തന്നെ ഈ വഴികളുടെ അപ്പുറമുള്ള കാഴ്ചകളും എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കെന്ന് വെച്ചാൽ വട്ടവടയിൽ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ജീപ്പ് സഫാരി ഉണ്ട്. ഇപ്പോഴത്തെ റോഡുകൾ വന്നിട്ട് ഓഫ് റോഡാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ കണ്ടോ ടെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇതേ അപ്പോൾ അതേ നമ്മൾ വട്ടവട ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടോ അവിടുത്തെ സിറ്റിയാണിത്. അപ്പം അതെ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വട്ടവടയിൽ എന്താണ് സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്രാമമാണ്. അപ്പോൾ കണ്ടോ ഇതൊക്കെ ആ ഗ്രാമത്തിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് മുകളിലോട്ട് അധികം കയറിപ്പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഒരു കടയിലുള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ടേക്കൊന്നും ഇല്ലാന്ന്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് കണ്ടോ ഈ തമിഴന്മാർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ സ്ട്രോബെറിയുടെ തോട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, ഫാം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വന്നു, വീഡിയോ എടുത്തു കേട്ടോ. പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ടിട്ട് സ്ട്രോബെറീസ് നമുക്ക് കറക്റ്റായിട്ട് കാണാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ കണക്കത്തെ പൂവുണ്ടല്ലോ, സൺഫ്ലവർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം അതേ കണക്കത്തെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. സൺഫ്ലവർ പോലെ ഉണ്ട്, അത് തന്നെയാണെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്പം പൂക്കളുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് പൂമ്പാറ്റിയൊക്കെ പറഞ്ഞൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യണം, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തെറിച്ചിട്ടോ. പിന്നെ അതേ ഈ ഒരു സ്കൂളുണ്ടോ, ഈ സ്കൂളിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഒരു വാട്ടർ ഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് നല്ല കണക്ക് റോഡ് എന്താ പറയുക മോശമായിട്ടുള്ള റോഡുകളും കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് സ്വന്തമായിട്ട് വണ്ടിയിലൊക്കെ വരുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് വണ്ടികൾ കൂടുതലും എടുക്കുക. കാരണം എന്ന് വെച്ചാൽ റോഡ് ഭയങ്കര സീനാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വണ്ടി നമ്മളെ വട്ടവടയിൽ ആ സിറ്റിയിൽ വെച്ചിട്ട് നമ്മളെ ജീപ്പിൽ കയറിയിട്ട് വേണം ഈ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകേണ്ടത് കേട്ടോ. അപ്പം അതെ നമ്മൾ വട്ടവട ഈ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി പാർക്കിങ്ങിന് 10 രൂപ വാങ്ങിച്ചു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ വണ്ടി ഒരു ഭാഗം വരെയും വണ്ടി പോകത്തുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നടന്നു പോകണം. അങ്ങനെ ഞങ്ങൾ നടക്കുവാണ് വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടേക്കും. അപ്പോൾ ഇവർ പറഞ്ഞ വാട്ടർഫോൾസിൽ നമ്മൾക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല. നമ്മൾ പോയി, പക്ഷേങ്കിൽ വെള്ളച്ചാട്ടമൊക്കെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സംഭവം. അപ്പം ഇവിടെ ഞങ്ങൾ പോയി. പിന്നെ ഇനി മേളിൽ നിന്ന് തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. ഞങ്ങൾ കുറേ നേരം എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇങ്ങനത്തെയൊക്കെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ വെയിലുള്ള സമയത്താണെങ്കിലും ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ കിളികളുടെയും ഇതിൻ്റെയൊക്കെ ശബ്ദം, പ്രകൃതി രമണീയമായ ശബ്ദവും കാര്യങ്ങളെല്ലാം സെറ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പം കാര്യങ്ങളൊക്കെ കുറച്ച് നേരമൊക്കെ നിന്ന് സെറ്റായി. ഞാൻ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പിന്നെ അങ്ങ് അവിടെ നിന്ന് ഇങ്ങനെ അതേ ഇറങ്ങി. അപ്പോൾ ഒരു താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഈ ഒരു സംഭവത്തെ എത്തുക. അപ്പം മുകളിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഇതേ ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ ഈ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്, ഗുഹയുടെ അകത്തൂടെയൊക്കെ കയറാമെന്ന്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. ഗുഹയോ, ഞാൻ ഇന്നേവരെ ഇങ്ങനെയുള്ളൊരു സംഭവം കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടില്ല. അപ്പം ഞാനെന്നാ പോയി കയറി നോക്കാന്നൊക്കെ ഉള്ള ലെവലിൽ തേത്തൊള്ളി ചാടി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പം
ഇവിടെ വന്ന് ഇവിടെ നല്ല ഗുഹ, ഈ ഒരു വഴി കണ്ടോ, ഈ ഒരു ബ്രിഡ്ജ് കണക്കത്തെ ഈ ഒരു സംഭവം തടി വെച്ചിട്ടുള്ള സംഭവത്തിൽ കൂടെ നമ്മൾ പാസ് ചെയ്ത് അക്കരെ പോകണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗുഹ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്, വലിയ ക്രൗഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം സൈഡുകളിലൊക്കെ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ മാറിയിരിക്കാം, നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആവാം. അപ്പം അങ്ങനെ ഞാൻ ആ പാലമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതെ ഞങ്ങൾ ആ ഗുഹയുടെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ആ ചേട്ടനും വേറൊരു ഫാമിലിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫാമിലിക്കും ആ ഗുഹയുടെ അങ്ങോട്ട് പോകാനാണ്, ആ ഫാമിലി അതെ ഇപ്പം നമ്മളെ ഫ്രണ്ടിലുള്ള ആ ഫാമിലി അങ്ങോട്ടേ പോകാനായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും അങ്ങോട്ട് പോകാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോയത്. അപ്പോൾ ഇതൊക്കെ പോകുന്ന വഴിയിലുള്ള എൻ്റെ ഇതൊക്കെയാണ്, ഗോഷ്ഠികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചാടിയൊക്കെ കയറാണ്ട്. വഴിയൊക്കെ ഭയങ്കര ഒരുമാതിരി പാറ കണക്കത്ത വഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കറങ്ങി വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഭയങ്കര ചില്ലായിട്ടൊക്കെ നടന്ന് കണ്ടോ. അങ്ങനെ നമ്മളെത്താനായിട്ട് കേട്ടോ. അതെ അവിടെ മുകളിലൊക്കെ ആമ്പിള്ളാരൊക്കെ ഉണ്ടായിരുന്നത് കണ്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഇതാണ് ഗുഹ. ഇവർ പറഞ്ഞ ഗുഹ ഇതാട്ടോ. ഇതിൻ്റെ അകത്തൂടിയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ പുള്ളി ഇങ്ങനെ കാണിച്ചൊക്കെ തരുന്ന, നമുക്ക് വഴിയൊക്കെ കാണിച്ചു തന്ന് ഇന്ന പോലെ പോയിട്ട് മുകളിലോട്ട് വന്നത്. അപ്പോൾ ഞാനാണ് കയറിയത്. അപ്പോൾ ആദ്യം ഞാനായിരുന്നു കേട്ടോ. എൻ്റെ ബാക്കിൽ എൻ്റെ ഫ്രണ്ടും പിന്നെ അതിൻ്റെ ബാക്കിൽ ആ ഫാമിലിയൊക്കെ വന്നത്. അപ്പോൾ ഞാനാണ് വഴി കാട്ടി. ഞാൻ എൻ്റെ കയ്യിലുള്ള ടോർച്ചൊക്കെ അടിച്ച് ഞങ്ങൾ കയറി പോവുകയാണ്. അപ്പോൾ ബാക്കിൽ ഫ്രണ്ട് ഉണ്ട്, പിന്നെ ആ ഫാമിലിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ ആദ്യം പോയതുകൊണ്ടിട്ട് എനിക്ക് വഴിയൊക്കെ ഞാൻ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഇതായിപ്പോയി. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനിയും ഇതേ കണക്കത്തെ പാറയൊക്കെ ഉള്ള ഗുഹയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ടാണ് ഭയങ്കര ആഗ്രഹം. അപ്പം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേട്ടാ, അറിയാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം പറ്റിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴാണെങ്കിലും. അപ്പം ഇത് മറ്റേ റീൽസ് വീഡിയോയുടെ സൈസിലുള്ള വീഡിയോ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഈ യൂട്യൂബ് വീഡിയോയുടെ സൈസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ട് ഞാൻ റീൽസ് കണക്കെ തന്നെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറാനൊന്നും പറ്റുന്നുണ്ടായില്ല. അപ്പോൾ പുള്ളി എനിക്ക് കൈയൊക്കെ തന്നിട്ട്, നമുക്ക് ഗൈഡ് ചെയ്ത ആ പുള്ളി കൈയൊക്കെ തന്ന് പിടിക്കാനായിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ കയറി എന്നൊക്കെ പറയാം. ഞാൻ കയറി അങ്ങനെ കണ്ട. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളൊക്കെ വട്ടവടയിലൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗുഹയിൽ കൂടെ ഒന്ന് കയറണം. നല്ല എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണിത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഇടുന്നുണ്ടെങ്കിൽ ഗൈസ് ഞാൻ അവിടെ നിന്ന് ഒന്ന് വീണായിരുന്നു കേട്ടോ. അതും നല്ല വിറ്റായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐഫോണൊക്കെ താഴെ പോയി. നല്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഞാൻ അപ്പോഴത്തേക്കും കോട്ടെല്ലാം മാറ്റി നോർമൽ ഒരു ഫുൾ സ്ലീവിൻ്റെ ടീഷർട്ട് എടുത്തിട്ട് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പോണ വഴിക്ക് ഈ ഒരു കാഴ്ചയും കണ്ടിട്ടാ, കുതിരപ്പുറത്ത് 2 പിള്ളേർ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തെറിച്ച് ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നമുക്കപ്പോൾ സമയത്തിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അധികം നേരം നമുക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ഞങ്ങളപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോന്നു കേട്ടോ. ആ വാട്ടർഫോൾസും കണ്ടു, സ്ട്രോബെറി ഫാമും കണ്ടു. വട്ടവടയിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും ഉള്ളതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേങ്കിലും വാട്ടർഫോൾസ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ആ ഗുഹ, ഇത് രണ്ടും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വട്ടവടയിൽ പോയാലും എനിക്ക് വിഷമമൊന്നും വേറൊന്നും തോന്നിയൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു വട്ടവടയിൽ എന്തിരിക്കണം ഒരു തേങ്ങയിൽ. അപ്പോൾ എന്തായാലും അത് വട്ടവട സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോണാക്കിയത് ഈ ആനേൻ്റെ ഒരു സംഭവം, ആനപ്പുറത്ത് കയറുന്ന സംഭവം. പിന്നെ ഇത് കണ്ടില്ല, സിപ്പ് ലൈനിൽ കൂടെ നമ്മൾ ഇത് പോകുന്ന ഈ ഒരു ഇതും കണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാം ബൈ.